ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു കഥയാണ് പറയുന്നത്. എല്ലാം നല്ലത് തന്നെ. പണ്ട് ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന് ഒരു ബുദ്ധിശാലിയായ മന്ത്രം ഉണ്ടായിരുന്നു. നമ്മുടെ രാജാവിന് നായാട്ടൊരു ഇഷ്ടമുള്ള വിനോദമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ രാജാവും ഭടന്മാരും മന്ത്രിയും നായാട്ടിന് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജാവും മന്ത്രിയും ഭടന്മാരും നായാട്ടിന് പോവുകയായിരുന്നു. അപ്പോ ഒരു അപകടം പറ്റി. രാജാവിന്റെ കൈ മുറിഞ്ഞു, ചോര വരാൻ തുടങ്ങി. അത് കണ്ട മന്ത്രി പറഞ്ഞു, അത് നല്ലത് തന്നെ. ഇത് കേട്ട രാജാവിന് ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞു, എന്റെ കൈ മുറിഞ്ഞ് ചോര വരുമ്പോഴാണ് അത് നല്ലത് തന്നെ എന്ന് പറയുന്നത്. ഈ മന്ത്രി കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കോ. രാജാവ് ഭടന്മാരോട് കൽപ്പിച്ചു. രാജാവിന്റെ ഭടന്മാർ മന്ത്രി കൊണ്ടുപോയി ജയിലിൽ അടച്ചു. രാജാവ് വീണ്ടും നായാട്ട് തുടർന്നു. അത് വഴിയാതെ ഒരു സിംഹം വരുന്നു. രാജാവിന്റെ ഭടന്മാർ 4 വശത്തും ചിതറിയോടി മരത്തിന്റെ മണ്ടയിൽ കയറി. രാജാവാണെങ്കിൽ പേടിച്ചറച്ച് ബോധം കെട്ടു വീണു. സിംഹം രാജാവിന്റെ മുമ്പിൽ വന്നു നിന്നു. രാജാവിനെ മണത്ത് നോക്കി. ചോരമണമുള്ള ഇറച്ചി സിംഹത്തിന് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് സിംഹം രാജാവിനെ കടിക്കാതെ നടന്നു പോയി. അപ്പോൾ രാജാവ് മനസ്സിലാക്കി, തന്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം തന്നെ തിന്നുമായിരുന്നു. രാജാവിന്റെ ഭടന്മാരോട് പറഞ്ഞിട്ട് മന്ത്രിയെ മോചിപ്പിച്ചു. രാജാവ് മന്ത്രി കണ്ടതോടെ പറഞ്ഞു, അല്ലയോ മന്ത്രി, എനിക്ക് തെറ്റ് പറ്റിപ്പോയി. എന്റെ കൈ മുറിഞ്ഞ് ചോര വന്നില്ലായിരുന്നെങ്കിൽ ആ സിംഹം തന്നെ എന്നെ തിന്നുമായിരുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അങ്ങനെ ജയിലിൽ അടച്ചില്ലായിരുന്നെങ്കിൽ എന്നെയും ആ സിംഹം തിന്നുമായിരുന്നു. എനിക്കാണെങ്കിൽ മരത്തിൽ പോലും കയറാൻ അറിയില്ല. എല്ലാരും കൂട്ടത്തോടെ ചിരിച്ചു. അത് കഴിഞ്ഞിട്ട് രാജാവ് മന്ത്രിക്ക് കുറെ സമ്മാനങ്ങൾ നൽകി. ഈ കൂട്ടുകാരെ, ഈ കഥക്ക് ഒരു ഗുണപാഠമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് വേണ്ടിയാണെന്ന് സ്കൂളിൽ ഈ കഥ പറഞ്ഞപ്പോഴാണ് ഇക്കും ട്രോഫിയും സർട്ടിഫിക്കറ്റും കിട്ടി. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യണം. ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കണം. ബൈ ബൈ.